ഹായ് അക്വേരിയസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോണസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വായിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ബോണസിൻ്റെ കമൻറ്റ്സ് അക്വേരിയസിനാണ് കിട്ടിയിരിക്കണേ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബോണസ് റീഡിംഗ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണേ എനർജീസ് നമ്മൾക്ക് നോക്കാം. എന്താ വരാൻ പോണ എനർജീസ് നമ്മൾക്ക് നോക്കാം. എന്താ ഉണ്ടാവാൻ പോണ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എന്തായിരിക്കും. ഓവറോൾ എനർജി അക്വേരിയസ് ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക. 3 of Swords ഉണ്ട് ഇവിടെ. 7 of Cups ഉണ്ട് ഇവിടെ. 5 of Pentacles ഉണ്ട് ഇവിടെ. അപ്പോൾ അക്വേരിയസ് ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. പക്ഷേ ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സൊല്യൂഷൻ കിട്ടണില്ല. എന്താ വേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ ഒരു നോ കോണ്ടാക്റ്റ് ഇല്ല, ഒരു സെപ്പറേഷൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടാളും പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, അവരും നിങ്ങളെ അത്ര തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാങ്ഡ് മാൻ ഉണ്ട് ഇവിടെ. ഈ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. 3 of Pentacles ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും ഒരു സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അതല്ലച്ചാ ഇവിടെ ഒരു ഫാമിലി സെറ്റപ്പ് കാണാണ്ട്. ചിലവർക്ക് ഇതൊരു തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ തന്നെ ആവണം എന്നില്ല. ചില സമയത്ത് ഫാമിലി തേർഡ് പാർട്ടി ആവാം. ചില സമയത്ത് ജോലിയുടെ കാരണം അതും ഒരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കാണ് ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു ഡിസപ്പോയിൻറ്റിങ് എനർജിയാണ്, ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്, ബ്രേക്കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറേ ഇമോഷൻസ് ഉണ്ട്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും കുറേ കാര്യങ്ങൾ പറയാണ്ട്, പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. കുറേ ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ട്, കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ വിഷമമുണ്ട്. അതൊന്നും നിങ്ങൾ ആരോടും പറയാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങൾ. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു റീകൺസിലിയേഷൻ വേണമെന്നുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ്? 9 of Pentacles, Chariot, 9 of Cups. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ടെച്ചാൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തരും. പക്ഷേ ബാക്കിയുള്ള കാർഡ്സ് നമ്മൾക്ക് ആദ്യം നോക്കാം. ഇവിടെ 7 of Cups കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ എസ്പെഷ്യലി എന്താ വേണ്ടതെന്ന് അറിയില്ല. കുറേ വേറെ ആൾക്കാരും ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്, ഒരു ക്ലാരിറ്റി ഇല്ല മനസ്സിൽ. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളോട് യൂണിവേഴ്സ് കുറേ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയണേ. നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ Ace of Pentacles എന്താണ്? പക്ഷേ ഈ പുതിയ തുടക്കത്തിലും എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡെവിൽ എനർജി വന്നപ്പോൾ ചില ചാലഞ്ചസും ബ്ലോക്സിൻ്റെ എനർജിയാണ് അത്. King of Swords. അപ്പോൾ എല്ലാം കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വേണം, സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ട് പോവുക. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. പക്ഷെ അതിലും ഞാൻ എന്തോ ബ്ലോക്കാണ് കാണുന്നത്. ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഡിസിഷൻസ് ആണ് എടുക്കാൻ പറയണത് യൂണിവേഴ്സ്. ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്, എന്താ പറയുക, ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി ഉണ്ട്, ഒരു റിജക്ഷൻ പോലെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഇതൊക്കെ ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജിയും ആവാം. ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാണ്ട് എന്തോ നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടല്ലോ വെച്ചാൽ ഈ പേഴ്സൺ എന്തോ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് റീകൺസിലിയേഷൻ്റെ ചാൻസ് ഇവിടെ കിട്ടും. അതെന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ തിരിച്ചു വരും ആൻഡ് അവർ സഡൻലി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്.
പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി സൂക്ഷിക്കണം. അവരെന്താ മെസ്സേജ് അയക്കണേ, എന്താ അവർ പറയണതെന്ന് വെച്ചാൽ എല്ലാം സൂക്ഷിച്ചിട്ട് വേണം, മനസ്സിലാക്കിയിട്ട് വേണം. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പേടിയുണ്ട്, ഈ പേഴ്സണെ ഇപ്പോൾ വിശ്വസിച്ചൂടാ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര കൺഫ്യൂസ്ഡ് ആയിരിക്കണേ, എന്താ വേണ്ടേ, ഈ പേഴ്സണെ ഒരു ചാൻസ് കൊടുക്കണോ വേണ്ടേ. ക്വീൻ ഓഫ് സോഡ്സ്. ഓക്കെ, അപ്പോൾ കുറേ കെയർഫുള്ളായിട്ട് വേണം, കുറേ പ്രാക്ടിക്കലായിട്ട് വേണം നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കുക. എന്താ വെച്ചാൽ ഇവർ പറയണതെല്ലാം ഒരു ബ്ലൈൻഡായിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഇവരെ ഇപ്പോൾ ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. അതുമാത്രമല്ല ഇവിടെ ഞാൻ ലവ് കാണുന്നുണ്ട്, ഒരു ബാലൻസും കാണുന്നുണ്ട്, ഒരു ഹീലിങ്ങും കാണുന്നുണ്ട്. പക്ഷെ ഉടനെ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറേ ആലോചിച്ചിട്ട് വേറെ ആൾക്കാരുടെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് മതി. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബാഗേജ് എൻഡ് ആവണു, ഒരു ബേർഡൻ എൻഡ് ആവണു. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനുള്ളതായിരിക്കും ഡിസിഷൻ തീരുമാനം എടുക്കുന്നുണ്ടാവുക. പക്ഷെ അതുണ്ടായാലും നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരും. അതല്ലാച്ചാലും ഈ പേഴ്സൻ്റെ കൂടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഉണ്ട്. പക്ഷേ ആ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഇതുവരെ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ബിഗിനിങ് ആണ്. എന്ന് വെച്ചാൽ അതിൽ കുറേ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അറിയില്ലൂ ഇതൊരു സ്റ്റേബിൾ സിറ്റുവേഷൻ ആവുമോ എന്ന്. തൽക്കാലം സ്റ്റെബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഡിസംബർ മാസത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക അറിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോണസ് റീഡിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി പ്രോമിസ് ചെയ്ത മാതിരി നിങ്ങൾക്കൊരു ബോണസ് റീഡിംഗ് ഞാൻ ഇട്ടിരിക്കണു. ഇങ്ങനെ തന്നെ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ബോണസ് വേണം എന്ന് തോന്നിയ കമൻസിൽ ബോണസ് എഴുതിയാൽ മതി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.